ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. കുറേ നാളായി, എനിക്ക് തോന്നുന്നു കുറേ നാളായി ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു മൂഡ് വന്നപ്പോൾ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിങ്ങനെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാനൊരു മൂഡ് വേണം, ഇല്ലെങ്കിൽ ഞാനങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. കുളിച്ചത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എനിക്ക് പീരീഡ്സ് ആയിരുന്നു. അപ്പം പീരീഡ്സ് ആകുമ്പോൾ ഞാൻ രാവിലെ കുളിക്കും. എനിക്ക് വേറെ ഒന്നും ചെയ്യില്ല, രാവിലെ എഴുന്നേറ്റ് ഉടനെ കുളിക്കണം, അതെനിക്ക് നിർബന്ധം കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് തുടങ്ങിയ ദിവസമല്ല, 2-3 ദിവസമായി പീരീഡ്സ് ആയിട്ട്. അപ്പോൾ എനിക്ക് കുറച്ചിന്ന് പണിയൊക്കെ ഉണ്ട്, തുണിയൊക്കെ കഴുകാനുണ്ട്, പിന്നെ കുറേ ജോലിയുണ്ട്. കാരണം കുറേ ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് തുണിയൊന്നും കഴുകുന്നില്ലായിരുന്നു. പിന്നെ ഒന്നാമത്തെ കാര്യം മഴ കണ്ടോ, മഴ പെയ്ത് നമ്മുടെ വീട് പരിസരമൊക്കെ കുളമായി കിടക്കുകയാണ്. ഇങ്ങനെയല്ല നമ്മുടെ മുറ്റം കിടക്കുന്നത്, ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൂക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെ ചെളിയായിട്ട് കിടക്കുകയാണ്. പിന്നെ ഫസ്റ്റ് പല്ല് തേക്കാം. സാധാരണ എല്ലാവരും പല്ല് തേച്ച് കഴിഞ്ഞാൽ കുളിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യാഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ കുളി അങ്ങ് കഴിഞ്ഞു. ഇനി പല്ല് തേപ്പ് മിക്കപ്പോഴും അങ്ങനെയാണ് കേട്ടോ. പീരീഡ്സ് ആവുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ പല്ല് തേച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് ചെടികളൊക്കെ നോക്കി ഒരു ഉലാത്താണ്. ഫുൾ ചെടികൾ നോക്കുന്നത് ഞാൻ പല്ല് തേക്കാൻ ഇറങ്ങുന്ന ടൈമാണ്. മെയിനായിട്ട് ഞാനിപ്പോൾ പുതിയതായിട്ട് കുറച്ച് ചെടികൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വേരായോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ഈ സൈഡ് വശത്തായിട്ടൊരു റംബൂട്ടാൻ നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ റംബൂട്ടാനെല്ലാം വീണ് പോവാണ്, മഴ പെയ്ത് പൊട്ടിയൊക്കെ പോവുകയാണ് കേട്ടോ. ഞാൻ അത് കണ്ടിട്ട് എനിക്ക് സങ്കടം വന്ന്. കുറേ റംബൂട്ടാൻ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഒരു പട്ടി പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ എപ്പോഴും വരുന്നൊരു പട്ടിയാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളത് ഭയങ്കര ഉറക്കം കേട്ടോ. ഞാനപ്പോൾ അതുങ്ങളെയും കൂടെ നോക്കി. 7 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇപ്പം ശരിക്കും 4 ഉള്ളൂ കേട്ടോ. കാരണം ബാക്കിനെ എവിടെയോ കൊണ്ട് കളഞ്ഞു, എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അത് കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ പല്ല് തേപ്പ് കലാപരിപാടി കഴിഞ്ഞു കേട്ടോ. കുറേ നേരത്തെ പല്ല് തേപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട പുഴുങ്ങിയത് ഏത്തക്കയാണ്. കുറേ ദിവസമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അമ്മ രാവിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും മുട്ട പുഴുങ്ങി വെക്കും. പിന്നെ ഏത്തക്ക പുഴുങ്ങിയത് എനിക്കും അച്ഛനും മാത്രമേ പുഴുങ്ങുള്ളൂ കേട്ടോ. അത് ഞങ്ങൾക്ക് 2 പേർക്കാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് കഴിക്കാൻ നേരത്ത് ഞാൻ വിചാരിച്ച് ഇച്ചിരി പാലും കൂടെ കാച്ചി കുടിക്കാമെന്ന്. ചില ദിവസം എനിക്കിങ്ങനെ പാല് കാച്ചി കുടിക്കാൻ തോന്നും കേട്ടോ, അപ്പം ഞാൻ കുടിക്കും. ഇപ്പം ഞാൻ കുറേ നാളുകൊണ്ട് ചായ അങ്ങനെ രാവിലെ ഡെയിലി ചായ കുടി നിർത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോൾ കുടിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. പഞ്ചസാര ഇട്ട് ചായ കുടിക്കണം. എനിക്ക് ചായ കുടിക്കണമെങ്കിൽ പഞ്ചസാര വേണം. പിന്നെ പഞ്ചസാര ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചായ കൂടി നിർത്തി. അല്ലാതെ എനിക്ക് മധുരമില്ലാതെ കുടിക്കാൻ എനിക്കിഷ്ടമല്ല. ഇവിടെ അമ്മയൊക്കെ മധുരമില്ല, അമ്മ അണ്ണനും അച്ഛനും ഒക്കെ മധുരമില്ലാതെ കുടിക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ പറ്റത്തേ ഇല്ല. അതുകൊണ്ട് ഞാൻ ചായ കൂടി നിർത്തി. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാൻ തോന്നുമ്പോൾ കുടിക്കും. ഇപ്പോൾ കുറേ നാളുകൊണ്ടില്ല. പിന്നെ ഇന്ന് എനിക്കെന്തോ പാല് കാച്ചി കുടിക്കാമെന്ന് വിചാരിച്ചു. പാല് കാച്ചുമ്പോൾ ഞാൻ ചിലപ്പം പഞ്ചസാര ഇടും, ചിലപ്പോൾ ശകലം പഞ്ചസാര ഇടും കേട്ടോ. ഇന്ന് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഇന്നെന്തോ പാല് കാച്ചി കുടിക്കാൻ തോന്നി, അതുകൊണ്ട് കുടിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നു കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെയാണ്, നമ്മൾ നോക്കി നിന്നാൽ പാല് തിളയ്ക്കത്തില്ല. അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് തിളയ്ക്കും. അങ്ങനെ പാലൊക്കെ തിളച്ചു. ഡയറ്റാണോ എന്ന് ചോദിച്ചാൽ ഡയറ്റൊന്നുമല്ല, ഒരു പേടി കാരണം ഞാൻ ഇപ്പോൾ പഞ്ചസാര അധികം അങ്ങനെ ഉപയോഗിക്കത്തില്ല കേട്ടോ. അണ്ണൻ രാവിലെ പോയി കേട്ടോ. അണ്ണൻ പോയി കഴിഞ്ഞുള്ള പരിപാടിയാണിത്. അണ്ണൻ പോയെന്നത് കാണിക്കാൻ പറ്റിയില്ല, കാരണം അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പം അണ്ണനും പോയി കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയത് തന്നെ. അതുകൊണ്ടാണ് അണ്ണനെ കാണിക്കാൻ പറ്റാഞ്ഞ വീഡിയോയിൽ. അങ്ങനെ പാലൊക്കെ തിളച്ച് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചാൽ പിന്നെ വിശക്കുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു ഏത്തയ്ക്കും ഒരു മുട്ട പുഴുങ്ങിയതും കഴിക്കുമ്പോൾ എനിക്ക് ഓക്കെയാണ്. പിന്നെ കുറേ നേരത്തേക്ക് വിശക്കത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരം ഇപ്പോൾ ഇതാണ്. അമ്മ എനിക്ക് പുഴുങ്ങി വെക്കുമ്പോൾ ഞാൻ കഴിക്കും. അതുകൊണ്ട് ഡെയിലി ഇപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ സിനിമ കണ്ടോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും കണ്ടോ ഒക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ലാപ്ടോപ്പിൽ മറ്റേ മോഹിനിയാട്ടം സിനിമ ഉണ്ടല്ലോ, അതിട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പം അത് കണ്ടിട്ട് ഇപ്പം സ്ഥിരം ഞാൻ കാണും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സിനിമ. അങ്ങനെ അത് ഇട്ടിട്ടാണ് ഞാൻ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. രസമായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ കഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് പണികളാണ് കേട്ടോ. ഇന്നലെ ഒന്നും തൂത്തില്ലായിരുന്നു, വയ്യാഞ്ഞുകൊണ്ട്. എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ഭയങ്കര വയ്യാഴികയാണ്. അപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. റൂമൊന്നും തൂത്തിട്ടില്ലായിരുന്നു ഇന്നലെ ഒന്നും. അപ്പം ഞാൻ വിചാരിച്ചു റൂമും തൂത്തിട്ട് തുണിയൊക്കെ കഴുകാൻ തുടങ്ങാം. എനിക്കിങ്ങനെ റൂമൊക്കെ അലമ്പായി കിടക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വയ്യാഞ്ഞുകൊണ്ടാണ് ഒന്നും ചെയ്യാഞ്ഞത്. ഇപ്പോൾ പിന്നെ മാറി ഓക്കെ ആയി വന്നതുകൊണ്ട് ഞാൻ പിന്നെ റൂമൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് തുടയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്, തുണി കഴുകുക. തുണി കഴുകാൻ കുറേ ഉണ്ട് കേട്ടോ. 2-3 ദിവസമായി തുണി കഴുകിയിട്ട്. അപ്പോൾ അതെല്ലാം ഉണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം മഴ കാരണം നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനേ തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്നാമത് ഇങ്ങനെ വയ്യാതിരിക്കുന്നതും കൊണ്ടും മഴയും കൊണ്ടും 2 കാരണം കൊണ്ടും മടിച്ചതായി തുണി ഒരുപാടായി. ഇനി അതെല്ലാം കഴുകിയെടുക്കണം. അണ്ണനുണ്ടെങ്കിൽ അണ്ണനെ ഹെൽപ്പ് ചെയ്തേനും, അണ്ണനങ്ങ് പോയി.
പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴുകണം. എനിക്ക് കഴുകാതിരുന്നാലും ടെൻഷനാണ്. കുറേ തുണിയായി കഴിയുമ്പോൾ പിന്നെ ഇപ്പം തന്നെ ഒരുപാടായി, ആ ബക്കറ്റ് നിറയെ ആയി. അപ്പോൾ ഇന്നും കൂടെ കഴുകിയില്ലേ നാളെ ആകുമ്പോൾ കുറേ ആവും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ കഴുകിയേക്കാന്ന്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ വല്ലതും വേണ്ടേ ചെയ്യാനൊന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറേ പണിയുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും ഇത് കുറച്ച് ദിവസം മുന്നേ ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യുന്നത്. ഇനിയെങ്കിലും ഇത് എഡിറ്റ് ചെയ്തില്ലെങ്കിൽ വേറെ വീഡിയോസൊക്കെ എടുക്കണ്ടേ, അപ്പോൾ ഇനിയെങ്കിലും ഇത് എഡിറ്റ് ചെയ്തങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ തുണിയെല്ലാം കഴുകി കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റാണ് കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മയുണ്ട് ഇന്ന് വീട്ടിൽ. അങ്ങനെ നമ്മുടെ തുണി കഴുകെല്ലാം കഴിഞ്ഞു. ഇത്രയും തുണി ഉണ്ടായിരുന്നു കേട്ടോ. തുണി കഴുകൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസമായി കേട്ടോ. അങ്ങനെ തുണി കഴുകൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലായിരുന്നു. അപ്പോഴത്തേക്ക് ഉച്ചയായപ്പോൾ അണ്ണൻ വന്നു കേട്ടോ. അണ്ണൻ വർക്കിംഗ് ഡ്രസ്സ് ഇട്ടുകൊണ്ടെങ്കിൽ പോരുന്നു കേട്ടോ. ഇത് അവിടെ കമ്പനിയിൽ ഇടുന്ന ഡ്രസ്സാണ്, അല്ലാതെ ഇട്ടുകൊണ്ട് പോകുന്ന വേറെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനാൻ വന്നത്. അണ്ണനെ നമ്മളിവിടെ അടുത്ത് തന്നെയാണ് കമ്പനി. അപ്പോൾ ഉച്ചയ്ക്ക് അണ്ണൻ ചോറിനാൻ വരും കേട്ടോ. ഡെയിലി ഇങ്ങനെ തന്നെയാണ്. 1 മണിയാകുമ്പോൾ വരും, 2 മണിയാകുമ്പോൾ പിന്നെ പോയാൽ മതി. അണ്ണൻ വന്നു കഴിഞ്ഞാലാണ് ഞാനും ഫുഡ് കഴിക്കുന്നത്. ഞാൻ അതുവരെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കത്തില്ല. അണ്ണൻ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ നമുക്കിന്ന് അധികം കറികളൊന്നും ഇല്ലായിരുന്നു. ചോറും തോരനും മീൻകറിയും പിന്നെ മോരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇനി റെസ്റ്റിംഗ് ടൈമാണ്. ഞാൻ ഇങ്ങോട്ട് നോക്കിയിരിക്കും, അണ്ണൻ അങ്ങോട്ട് നോക്കിയിരിക്കും. ഫോണിൽ കളിയാണ്. അണ്ണന് ഗെയിംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ നേരം ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അണ്ണൻ പോയി കേട്ടോ. ശരിക്കും അണ്ണൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമേ മറന്നു പോകും. പോകുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ ഇലയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം അത് കഴിക്കാനുള്ള ടാസ്ക്കാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അമ്മ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പഞ്ചസാര ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല വീട്ടിൽ. അപ്പോൾ തേങ്ങയും ശർക്കരയും വെച്ചിട്ടുണ്ടാക്കി അടിപൊളി ഇലയപ്പമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇലയപ്പമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അണ്ണൻ വന്നു. സന്ധ്യ ആയപ്പോഴത്തേക്കും വന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. പുകയ്ക്കും നമ്മുടെ കൊതുകിൻ്റെ ബാറ്റ് കേടായി കേട്ടോ. അതുകൊണ്ടിപ്പം ഞങ്ങൾ പുകച്ചാണ് കൊതുകിനെ പുറത്തേക്ക് അടിക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ അണ്ണനും കൂടെ ഇലയപ്പം കൊടുത്തു കേട്ടോ. ശർക്കര വെച്ചുണ്ടാക്കിയതുകൊണ്ട് അണ്ണനും കൊടുത്തു. പിന്നെ ഞങ്ങളതേ വൈകുന്നേരം ആയപ്പോൾ സ്ഥിരം പരിപാടി പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ പോവാണ്. അണ്ണൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ. ഡെയിലി നമ്മൾ വൈകുന്നേരം എന്തെങ്കിലും ജസ്റ്റ് കടയിൽ പോകുന്നതായിരിക്കും. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ചുമ്മാ കടയിലോട്ടൊക്കെ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുന്നതായിരിക്കും. എന്തായാലും ഇന്ന് എനിക്ക് ഒരുങ്ങാനൊക്കെ നല്ല മൂഡായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വലുതായിട്ട് ഒരുങ്ങത്തൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലിപ്പിട്ടിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. ഇന്ന് എനിക്ക് എന്തോ ഒരുങ്ങാനൊക്കെ ഒരു കൊതി. അങ്ങനെ ഞാൻ ഒരുങ്ങുവാണ് കേട്ടോ. അണ്ണൻ കുളിക്കാൻ പോയി. അപ്പോൾ ഇന്ന് എനിക്കൊരു വാശിയായിരുന്നു നേരത്തെ ഒരുങ്ങി നിൽക്കാൻ. സാധാരണ അണ്ണൻ വന്ന് വഴക്കും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത്. പക്ഷേ ഇന്ന് എനിക്കെന്തോ നേരത്തെ ഒരുങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വരുമ്പോൾ ഞെട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ വന്ന് കുറേ നേരം പറഞ്ഞ് ഇന്ന് ഒരുങ്ങി ഇന്ന് നേരത്തെ ഒരുങ്ങി നിന്നിട്ട് നമുക്ക് ആളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് കാണാം. അങ്ങനെ ഗായ്സ്, ഞാൻ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ണൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത് നോക്കാം എന്താ റിയാക്ഷൻ എന്ന്. ഒരുങ്ങി എന്താ ഒന്നും പറയല്ലേ, നേരത്തെ ഒരുങ്ങിയിരുന്നതിന്. അല്ല ആദ്യമായിട്ട് നേരത്തെ ഒരുങ്ങിയിരുന്നത്. അപ്പോൾ ഇതായിരുന്നു അണ്ണൻ്റെ റിയാക്ഷൻ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഗൈസ്. അങ്ങനെ അണ്ണനും സുന്ദര കുട്ടപ്പനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തോട്ട് പോകാം. അപ്പോൾ നമ്മളെ ഇറങ്ങി. ഇത് നമ്മുടെ കുണ്ട്രയാണ് കേട്ടോ. കുണ്ടറയിലോട്ട് നമ്മൾ പോവാണ്. ഇന്ന് നമുക്ക് ATM വരെ പോകണമായിരുന്നു കേട്ടോ. CDM ചെയ്യാൻ വേണ്ടി ATM പോകണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ATM കേട്ടോ പോകുന്നത്. അങ്ങനെ ATM പോയ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ATM നമുക്ക് പൈസ CDM ചെയ്യണമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനാണ് വന്നത്. അപ്പോൾ നെക്സ്റ്റ് എനിക്കൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടി കേട്ടോ വന്നത്. കുറേ നാളുകൊണ്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണം എന്ന് വിചാരിക്കും. കാരണം എൻ്റെ ലിപ്സ്റ്റിക്ക് ഇല്ല. ഉള്ള ഷെയ്ഡൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ നല്ലൊരു ഷെയ്ഡ് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴത്തേക്കും അണ്ണൻ അവിടെ ഇരുന്ന് കുറേ കളിപ്പാട്ടത്തിൻ്റെ എല്ലാം വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് കുറേ കളിപ്പാട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത്. പക്ഷേ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് മനുഷ്യൻ കണ്ട കളിപ്പാട്ടത്തിൻ്റെ വീഡിയോ എടുത്തത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവസാനം കിട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ട. ഞാൻ ഒരു ഷെയ്ഡ് നോക്കി, പക്ഷേ അത് ഇല്ലായിരുന്നു. പിന്നെ അതിനോട് ചേർന്നൊരു ഷെയ്ഡ് എടുത്തിട്ട് വന്നു. പക്ഷേ അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളിത് കുണ്ട്രയിലെ കടയാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി നമ്മുടെ പലചരക്ക് കടയിലോട്ടാണ് വന്നത്. അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും വാങ്ങിച്ചു. ലാസ്റ്റ് ഇനി അതും കൂടെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം ലിപ്സ്റ്റിക്കാണ് എടുത്തത്. കാരണം അവിടെ വെച്ച് ഇട്ടൊന്നും നോക്കിയില്ല. അത് കാരണം പൊട്ടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, ട്രൈ ചെയ്യാൻ വേണ്ടി വെക്കുമല്ലോ, ആ പീസേ ഞാൻ നോക്കിയുള്ളൂ. ഇനി നമുക്ക് പൊട്ടിച്ച് നോക്കാം. എനിക്കാണെങ്കിൽ ഈ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമില്ല. അത് പൊട്ടിക്കുന്നത് വരെ ഒരു സമാധാനം ഇല്ല കേട്ടോ. അങ്ങനെ ഗൈസ് അത് പൊട്ടിച്ചെടുത്ത് ഞാൻ ഇനി ഇട്ട് നോക്കുക കേട്ടോ. എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അപ്പം തന്നെ അങ്ങ് ഇട്ട് നോക്കുകയാണ്.
എനിക്ക് ലിപ്സ്റ്റിക്കൊക്കെ പ്രാന്താണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അത്യാവശ്യം തിരക്കി നടന്നൊരു ഷെയ്ഡ് തന്നെയാണ്. എനിക്ക് നല്ലൊരു ഷെയ്ഡ്, മെറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇതിന് ചേരുന്നത് ലൈറ്റ് ഷെയ്ഡൊന്നും എൻ്റെ മുഖത്തിന് അത്ര ചേരത്തില്ല. അപ്പോൾ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ആകുമ്പം എൻ്റെ മുഖത്തിന് മിക്കപ്പോഴും ചേരാറ്. അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പെട്ടെന്ന് പോത്തൊന്നുമില്ല കേട്ടോ, നല്ല ലാസ്റ്റ് ചെയ്യും. അതായിരുന്നു എനിക്ക് വേണ്ടത്. കാരണം ഞാനിങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടാലും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ചുണ്ടിൽ നിന്നൊക്കെ അങ്ങ് പോവും. അപ്പോൾ എനിക്കങ്ങനെ പോകരുതെന്നായിരുന്നു. പിന്നെ കുറച്ചൊക്കെ പല്ലിലൊക്കെ പറ്റി കേട്ടോ. ആദ്യത്തെ ആക്രാന്തത്തിൽ ഇട്ടതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ, കമൻറ്റ് ഇടണേ. ലിപ്സ്റ്റിക്ക് ഇടൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു കാര്യം കാണിക്കാൻ മറന്നുപോയി. നമ്മൾ പുറത്ത് പോയപ്പോൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റാണെന്ന് തോന്നുന്നു, വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുവാണ് കേട്ടോ. ഞാൻ മറന്നുപോയി അത് കാണിക്കാൻ വേണ്ടി. പെട്ടെന്ന് തീരുമാനം എടുത്ത് പെട്ടെന്ന് അങ്ങ് വാങ്ങിച്ചതാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഞാനാണെങ്കിൽ മൂക്കുമൊക്കെ കഴുകിയിട്ട് ഒന്ന് ഫ്രഷായി. പിന്നെ നമ്മുടെ റൂമിൽ ഫുള്ള് തുണി കിടക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, മഴയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കഴുകിയിട്ടത് രാവിലെ കഴുകിയിട്ടില്ല, അതെല്ലാം നന്നായിട്ട് തോർന്ന് കിട്ടിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഫാൻ കൊള്ളാൻ വേണ്ടി റൂമിൽ ഇങ്ങനെ എടുത്തിടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും, നല്ല കണക്ക് തോർന്ന് കിട്ടും. പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിക്കുകയാണ്. അണ്ണൻ ഇങ്ങനെയാണ് കേട്ടോ, ഡെയിലി കുറച്ച് നേരം താഴെ കിടന്നിട്ടേ പിന്നെ വരത്തുള്ളൂ. കുറച്ച് നേരം താഴെ നല്ല തണുപ്പാണ്. അപ്പോഴത്തേക്കും കുറേ ഉറക്കം വരാറാകുമ്പോൾ കട്ടിലേ വന്ന് കിടക്കും. അങ്ങനെയാണ് ഡെയിലി. പിന്നെ ഫോണിൽ ഡൗട്ടൊക്കെ ചോദിക്കുകയാണ് എന്നോട്, ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ദിവസം. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു ഇന്ന്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ടാറ്റാ, ബൈ.